ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 15-ാം വാക്യം. യൂദാസിൻ്റേതാണ് വാക്കുകൾ. മഹാഗുരുവിനെ ഒറ്റുകൊടുക്കുന്നതിന് തനിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന് അന്വേഷിക്കുന്ന മനുഷ്യൻ. ഇതേ യൂദാസ് തന്നെയാണ് ഒരു പെൺകുട്ടി തൻ്റെ സർവ സമർപ്പണത്തിൻ്റെ ഭാഗമായി നാർദീൻ സുഗന്ധ തൈലം ഈശോയുടെ പാദങ്ങളിൽ പുരട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നീതിബോധം ഉണർന്ന് ഇത് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. നീതിബോധത്തിൻ്റെ കളരിയിൽ രോഷത്തോടെ ചിലയ്ക്കുന്ന യൂദാസിൻ്റെ വാക്കുകൾ ഈശോ ചെവിക്കൊള്ളുന്നില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഖലീൽ ജിബ്രാന്റെ വാക്കുകൾ വളരെ കഠിനമാണ്. നിങ്ങൾ യൂദാസിനെ ശപിക്കുന്നു. ഏതാനും വെള്ളിക്കാശുകൾക്ക് വേണ്ടി അവൻ ക്രിസ്തുവിനെ വിറ്റു. സ്വന്തം പ്രവൃത്തിയിൽ മനം നൊന്ത് അവൻ കെട്ടിത്തൂങ്ങി മരിക്കുകയെങ്കിലും ചെയ്തു. എന്നാൽ നിങ്ങളോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് തള്ളിപ്പറഞ്ഞ പത്രോസിനെ വീണ്ടും അവൻ തൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിച്ചു. യൂദാസിന് വേണ്ടി അതിലും മനോഹരമായൊരു ചോദ്യം ഈശോ കരുതി വച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ചോദ്യം ജീവിതത്തിലേക്ക് എത്തും മുമ്പേ നിരാശ പൂണ്ട യൂദാസ് ജീവിതം അവസാനിപ്പിക്കുകയാണ്. പെറുവിലെ ഹോളി വീക്ക് കർമ്മങ്ങളിൽ ദുഃഖശനിയാഴ്ചയിൽ യൂദാസിൻ്റെ വിൽപ്പത്രം വായന എന്നൊരു കർമ്മമുണ്ട്. യൂദാസ് കെട്ടിത്തൂങ്ങുന്നതിന് മുൻപ് ഗുരുവിനെ ഒറ്റുകൊടുത്ത നാണയങ്ങൾ സ്ഥലത്തെ പ്രധാന തോന്നിവാസികൾക്കായി വീതിച്ച് വിൽപ്പത്രം എഴുതി വെച്ചുവത്രേ. ആ വിൽപ്പത്രം പൊതുജന അറിവിലേക്കായി വായിച്ചുകൊണ്ടാണ് അന്നത്തെ കർമ്മങ്ങൾ ആരംഭിക്കുക. പറ്റിപ്പും വെട്ടിപ്പുമുള്ള എല്ലാ മനുഷ്യർക്കും കിട്ടും ഒരു ഓഹരി. റോഡ് നന്നാക്കാൻ കോൺട്രാക്ട് കൊടുത്ത വകയിൽ കോഴ വാങ്ങിയ മേയർക്ക് യൂദാസിന്റെ വക 5 നാണയം. കൈക്കൂലി വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥന് 2 നാണയം. ദിവ്യത്വം നടിച്ച് വചനപ്രഘോഷണം നടത്തിയ പ്രസിദ്ധ ധ്യാനഗുരുവിന് യൂദാസിന്റെ വക 3 പണം. ഭാര്യയെ കുത്തിനു പിടിച്ചവനും കിട്ടി ഒരു ഓഹരി. കാപട്യത്തിന്റെ അങ്കി ധരിച്ചവർക്കും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന നേതാക്കൾക്കും ദുർബലനെ വഞ്ചിക്കുന്നവനും വിൽപത്രത്തിൽ ഇടം നൽകിയ യൂദാസിനെ ജനം പ്രശംസിക്കും. ആർക്കും അതിൽ യാതൊരു പരാതിയുമില്ല. എല്ലാ വർഷവും പുതിയ ഒരു ലിസ്റ്റ് അവതരിപ്പിക്കും. നമുക്ക് വിചിന്തനം ചെയ്യാം. ഈ വർഷത്തെ യൂദാസിൻ്റെ വിൽപത്രത്തിൽ എൻ്റെ പേരുണ്ടാകുമോ?